தந்தை போலே ஆட்சி தோள் மீது சுமந்திடும் மெல்லேசையா, தாய் போலே தேற்றி தந்தை போலே ஆட்சி தோள் மீது சுமந்திடும் மெல்லேசையா, உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே, உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே, நீர் போதும் வாழ்விலே ஏசையா, நீர் போதும் வாழ்விலே. ஒற்றிக்கூட வாய்க்கால் எஸ்ஐயா 40ஆம் அத்தியாயம் அதில் 29ஆம் வாக்கியம். അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലം ഇല്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ കൊടുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമുക്ക് പലപ്പോഴും വചനം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പക്ഷെ നമുക്ക് എന്തറിയത്തില്ല, എങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമെന്ന് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ എങ്ങനെ കാത്തിരിക്കണം, എന്തിനു വേണ്ടി കാത്തിരിക്കണം എന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുൻപ് വചനം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. വചനം ഒരിക്കലും ശക്തി ഉള്ളവർക്ക് ശക്തി പകരുമെന്ന് പറഞ്ഞിട്ടില്ല. ആരാണ്? ക്ഷീണിച്ച് തളർന്നിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആർക്കാണ് വൈദ്യന്റെ ആവശ്യം? രോഗിക്കുന്ന വൈദ്യന്റെ ആവശ്യം. രോഗമില്ലാത്തവർക്ക് വൈദ്യന്റെ ആവശ്യമില്ല. അതിപ്പോ ഇവിടെ വചനം ക്ഷീണിച്ചിരിക്കുന്ന അവൻ ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ശരീരമായി നമ്മൾ നോക്കുമെങ്കിലോ പലപ്പോഴും നമുക്ക് എന്തുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കഫക്കെട്ടോ ഒരു പനിയോ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ശരീരത്തിൽ ആ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കടന്നു വരുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ആ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലെങ്കിലും നാം രോഗത്താൽ പിടിക്കപ്പെടും. ഇതൊരു സൈഡ്. നമുക്ക് ആത്മീയമായി നമുക്ക് നോക്കുമെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്, ഒരു ആത്മീയ തളർച്ച ഉണ്ട്. എന്തുകൊണ്ട്? ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വചനം വായിക്കാൻ കഴിയുന്നില്ല, വചനം ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ആത്മീയമായുള്ള തളർച്ചകളാണ്, അല്ലെങ്കിൽ ബലഹീനമാണ്. പക്ഷെ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല നാം വിചാരിക്കുമ്പോൾ നാം ദൈവസ്ഥനിൽ കാത്തിരിക്കണം. അങ്ങനെ നാം ദൈവസ്ഥനിൽ കാത്തിരുന്നാൽ പറയട്ടെ, അവന്റെ വചനം സത്യമാണ്, അവൻ നമ്മളെ ശക്തിയാൽ പുതുക്കും. എത്ര പേർക്ക് അറിയാൻ കഴിയും എന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് തളർച്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാമോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. വചനം മതി, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അർത്ഥം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നാം എന്തിനാണ് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നേടാമോ? കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശക്തിയെ പുതുക്കണം. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് വചനം പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 25-26 വചനം പറയുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്കും
തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. 26 വാക്യം. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ഈ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ വചനം പറഞ്ഞത് യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ഇംഗ്ലീഷ് it is good that a man should both hope and quietly wait for the salvation of the Lord. പ്രത്യാശയോടെ ദൈവസന്നിധി നാം എന്ത് ചെയ്യണം? മൗനമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. വചനം അങ്ങനെയാണ് പറയുന്നത്. എന്താണ്? യഹോവയുടെ രക്ഷയ്ക്കായി പ്രത്യാശയോടെ മൗനമായി കാത്തിരിക്കുന്നത് നല്ലത്. നാം എന്ത് ചെയ്യണം? ആദ്യം ദൈവസന്നിധി നിങ്ങൾ കാത്തിരിക്കണം. ദൈവത്തിന്റെ രക്ഷയ്ക്കായി. അതിനു മുൻപ് വചനം പറയുന്നത് അവൻ കാത്തിരിക്കുന്നത് തന്നെ തന്നെ കാത്തിരിക്കും തന്നെ അന്വേഷിക്കും ദൈവം നല്ലവൻ തന്നെ. നമ്മൾ ആദ്യം പറയുന്ന കർത്താവേ നീ നല്ലവനാണ്. ദൈവത്തെ കുറിച്ച് നാം എന്ത് ചെയ്യണം? സ്തുതിക്കണം. അതിനുശേഷം വചനം നാം സ്തുതിച്ച സ്തുതികളിലൂടെ പ്രത്യാശയോടെ അവന്റെ രക്ഷയ്ക്കായി നാം മൗനമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. അത് ക്വയറ്റ് ടൈം. ഇംഗ്ലീഷിൽ ക്വയറ്റ് ടൈം എന്ന് പറയും. മൗനമായി അവന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? മൗനമായി ഇരിക്കുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളോട് ഇടപെടുന്ന ശബ്ദം തിരിച്ചറിയുവാൻ കഴിയും. നമ്മൾ ദൈവത്തോട് പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവസന്നിധി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നാം എഴുത്തു പോകും. പക്ഷെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പലപ്പോഴും എന്തില്ല? ഉത്തരം കേൾക്കാൻ നമുക്ക് സമയമില്ല. രണ്ടാമത് എന്താണ്? നമ്മള് കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മതി. പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിന് സമയം കൊടുക്കാറില്ല. അപ്പോൾ നാം ചെയ്യുന്നത് എന്താണ്? യഹോവയുടെ രക്ഷയ്ക്കായി പ്രത്യാശയോടെ മൗനമായി കാത്തിരിക്കുന്നത് നല്ലത്. രണ്ടാമത്തെ കാര്യം, യൂദാക്ക് എഴുതിയ പുസ്തകം 21 വാക്യം. യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നു. ആദ്യം കാത്തിരുന്നത് എങ്ങനെയാണ്? രക്ഷക്കായി, കർത്താവിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കണം. ആദ്യത്തെ കാര്യം പ്രത്യാശയോടെ മൗനമായി കാത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. രണ്ടാമത് നമ്മൾ കാത്തിരിക്കണം. എന്തിനുവേണ്ടി കാത്തിരിക്കണം? കരുണയ്ക്കായി കാത്തിരിക്കണം. ദൈവത്തിന്റെ കരുണയില്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. അതും വചനം പറയുകയാണ് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും. വചനം പറയുന്നത് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും. നമ്മൾ ദൈവസ്നേഹമുണ്ടോ? നമ്മൾ ദൈവസ്നേഹമുണ്ട്. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ എന്ത് രക്ഷ പ്രാപിച്ചോ അപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തത്? നമ്മളുടെ യുദ്ധത്തിൽ വന്നു. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ജഡത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ സ്വഭാവങ്ങൾ വെളിപ്പെടുന്നത്. നമ്മൾ മനസ്സിലാണോ? ദൈവസ്നേഹം നമുക്കുണ്ട്. നിങ്ങൾ പണ്ടത്തെ പോലെയാണോ നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾ കാണിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അത് ഇനിയും മെച്ചപ്പെടണം. ഇനിയും എന്ത് ചെയ്യണം? പുതുപ്പിക്കണം. ദൈവ സ്വഭാവത്തോട് നാം വളരണം. വചനം എന്താണ്? നാം ദൈവസ്നേഹം കാത്തിരിക്കണം. യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. കരുണ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ കരുണ എങ്ങനെ നമുക്ക് കാണാൻ കഴിയും? പുതിയ നിയമത്തിൽ നായി പട്ടണത്തിൽ കർത്താവ് യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു വിധവ അല്ലെങ്കിൽ ഒരു മകനെ ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്ത് അടക്കം ചെയ്യാൻ കൊണ്ടുപോയപ്പോ വചനം യേശു എന്ത് ചെയ്ത് ആ അമ്മയെ കണ്ട്, അമ്മയുടെ കണ്ണുനീര് കണ്ട് മനസ്സറിഞ്ഞ് ഇത് ചെയ്ത് ആ മദ്യത്തിന്റെ മേൽ കൈവച്ച്
ആ വ്യക്തിയെ ജീവനോട് കൊണ്ടുപോകാം. ദൈവത്തിന്റെ കരുണയാണ്. അവിടെ ആ മകന്റെ മരിച്ചു കിടക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒരു വിധവയുടെ കണ്ണുനീര എന്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല. യേശു അത് കണ്ണു ചെയ്ത് മനസ്സലിഞ്ഞ് കരുണയാൽ അവൻ ജീവനോട് കർത്താവ് കൊണ്ടുപോകാം. നമ്മളുടെ അവസ്ഥ ഏറ്റവും അറിയുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. ഇനി എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് ആർക്കറിയാം? നമ്മുടെ ദൈവത്തിന് അറിയാം. ഇനി നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്ക് കർത്താവ് രക്ഷപ്പെടുത്തുമെന്ന്? ഞാൻ ഒരിക്കലും എന്നെ കർത്താവ് രക്ഷയോട് നടത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദൈവം എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചില്ല. ദൈവം എന്നെ കേരളത്തോട് കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ വിചാരിക്കാതെ കാര്യങ്ങളാണ് ദൈവം നമ്മളെ കൊണ്ട് നടത്തുന്നത്. നമ്മുടെ സ്വഭാവത്തിന് ഞാൻ പറയട്ടെ, കർത്താവ് ഒരിക്കലും നമ്മളെ വിളിക്കത്തില്ല. എന്നാൽ വിളിച്ചെങ്കിൽ എന്താണ്, നമ്മളെ മാറ്റുവാൻ ദൈവത്തിന് കൂടും. എന്റെ സ്വഭാവം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് എന്നെ നിങ്ങളെയും വിളിച്ച്. ഞാൻ പറയട്ടെ, നമ്മളെ കാട്ടിലും എത്രയോ നല്ല ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. പാവങ്ങൾ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. കർത്താവ് അവരാണ് വിളിച്ചില്ല. പാപത്തിന്റെ ചെടിയുടെ ആഴത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് നമ്മുടെ പാപങ്ങളെ കഴുകി മകനായി മാറ്റി അവൻ നമ്മളെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല. പക്ഷെ അതിൽ കിട്ടും നമുക്ക് പ്രത്യേകിച്ച് ദൈവസന്നിധി ഇങ്ങനെ കാത്തിരിക്കണം. ദൈവത്തിന്റെ കരുണയ്ക്കായി കർത്താവെ നമ്മുടെ കരുണ കൊണ്ട് തന്നെ നിറയ്ക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ദൈവന്റെ കരുണയാൽ വഴിനടത്തിയെങ്കിൽ ഇനിയും ആ കരുണയാൽ എന്നെ വഴിനടത്തുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവശക്തി നാം പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ കരുണയ്ക്കായി നാം ദൈവസന്നിധി യാചിക്കണം. ആ കരുണ ഉണ്ടെങ്കിൽ, അവന്റെ കൃപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ജീവിതം ദൈവത്താ വചനം പറയുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി യഹോവയെ കാത്തിരിക്കുന്നത് ശക്തിയെ കൊടുക്കും. ഹല്ലേലൂയ.